വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഉപകാരമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റഡി വ്ളോഗും അതുപോലെ തന്നെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം ചെയ്യുന്നൊരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്കും കൂടെ ഞാനത് ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അല്ല, എൻ്റെ PSC സ്റ്റഡി വ്ളോഗും അതുപോലെ തന്നെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഭയങ്കര മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ അതൊന്ന് ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ചാനലിൻ്റെ ഇങ്ങനെ താഴോട്ട് പോയിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ പേപ്പേഴ്സ് അല്ല, നമ്മുടെ 2024 ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 41ഓളം വീഡിയോസ് ഉണ്ട്. നമ്മളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സയൻസ്, കമ്പ്യൂട്ടർ പോലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അതിന് 2 പ്ലേലിസ്റ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് തന്നെ നമ്മൾ PSC പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് 2024 വരെ ചോദിച്ചിട്ടുള്ളതും 2024 ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്ലേലിസ്റ്റ് ഞാനിതാ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണമായിട്ടാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം വന്നിട്ട് PSC സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ PSC സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇതിലൊരു 10-37 വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി വ്ളോഗ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി. പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം അല്ലേ, അതായത് PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലൊരു 47 ചോദ്യം ഇത് ഉണ്ട് കേട്ടോ, വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല. കാരണം പുതിയതിടുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ നമ്മൾ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുൻപത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല. പക്ഷേ മുൻപത്തെ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കുക. അതായത് ആദ്യം എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024. ഓക്കെ, അതിൻ്റെ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പിന്നെ ഒരു ഷോർട്സ് ഉണ്ട്, പിന്നെ പാർട്ട് 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 പാർട്ടായിട്ട് നമ്മളൊരു ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വീഡിയോ വരും. ഓക്കെ, ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വീഡിയോ വരുന്ന ഒരു 3 പാർട്ടായിട്ടുള്ള ഒരു നമ്മുടെ എക്കണോമിക്സിൻ്റെ 2024 മാത്രം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏതാ ചോദിച്ചിരിക്കുന്നതെന്നറിയോ? അടുത്തത് ഇട്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. ഭരണഘടനയുടെ 2024 ചോദിച്ച പാർട്ട് 1, പാർട്ട് 2, അതുപോലെ തന്നെ പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ഓക്കെ, അങ്ങനെ 4 പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മണിക്കൂറിൽ കൂടുതൽ. ഓക്കെ, ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് നമ്മളുടെ ഉണ്ടാവും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 10th പ്രിലിംസ്. ഓക്കെ, 10th പ്രിലിംസിൽ നമ്മുടെ കുറച്ച് 10th പ്രിലിംസ് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2024. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള സയൻസിൽ ബയോളജിയുടെ മാത്രം ചോദ്യങ്ങളാണ്. ഓക്കെ, 2024 ചോദ്യങ്ങളാണ്. അടുത്തത് സെയിം ബയോളജിയുടെ തന്നെ 2ാമത്തെ പാർട്ടായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ കേരള PSC ചോദിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ. ഓക്കെ, 2024 ചോദിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 10th പ്രിലിംസ്. ഓക്കെ, 10th പ്രിലിംസിൽ ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർ മാത്രം ചോദ്യങ്ങളും. പിന്നെ അടുത്തത് സെയിം അതേപോലെ തന്നെ ഈ നമ്മളുടെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള പരീക്ഷയുടെ സയൻസ്. ഓക്കെ, സയൻസിൽ ഉള്ളതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൽ, അതായത് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള ഡിഗ്രി തല പരീക്ഷകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആണ്. ഓക്കെ, ഒരെണ്ണം ഓൾമോസ്റ്റ് 30 മിനിറ്റ്, പിന്നെ ഒരെണ്ണം ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 എന്താണ്? ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്ത് 54 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എന്താണ്? ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുമാണ്. 2024 കേട്ടോ, അതും കൂടെ പറയുന്നുണ്ട്, 2024. ഓക്കെ,
അടുത്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി പ്രിലിംസ് ലെവൽ പ്രിൻസിപ്പലിൻ്റെ അതിൻ്റെ ഒരു ഷോർട്സ് ആണ്. പിന്നെ വന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ, അതായത് ഡിഗ്രി തലത്തിൽ തന്നെ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 1 hour ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇതുവരെ ചോദിച്ച മുഴുവൻ ഭരണഘടനാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മലയാളത്തിൻ്റെ തന്നെ അത് ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഒരു 5-6 എണ്ണം ഉണ്ട്. ഓക്കെ, അതുപോലെ മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതും ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ളതും ആണ് കേട്ടോ. അതായത് PSC മലയാളം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, അപ്പോൾ ഇത് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് കാണുക. പിന്നീട് വീണ്ടും മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൻ്റെ ഒരു ഷോർട്സിൻ്റെ വീഡിയോ, പിന്നീട് IT. ഓക്കെ, IT എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അല്ലേ IT എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് IT-യുടെ ആണ്. പിന്നെ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു ചോദ്യങ്ങളാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ മുൻവർഷ ചോദ്യങ്ങളാണ്. വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജി, മലയാളം ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ആണ്. പിന്നീടാണ് കറണ്ട് അഫെയർസ്. ഓക്കെ, 2024 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് ഒരൊറ്റ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്, നമ്മളുടെ സയൻസ്. ഓക്കെ, സയൻസ് ഭാഗങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങൾ, അത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ടാണ് പാർട്ട് 3യുമായിട്ട് 3 പാർട്ടായിട്ടാണ് 2024 ചോദിച്ചത്. ടോട്ടൽ എത്ര വരും, ഒരു 2 മണിക്കൂർ വരുന്ന ഒരു വീഡിയോ ആണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഓക്കെ, ഇതിൽ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നിവ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് 3 ചേർത്തിയിട്ട് ഒരു 2 hours വരും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് കാണുക. അടുത്തതാണ് മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ 500-ൽ പരം ക്വസ്റ്റ്യൻസ് ആണ്, 500+ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ 500+ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2024 വരെ ചോദിച്ചത്, അതായത് നമ്മുടെ ഈ ഒരു പരിഷ്കാരങ്ങൾ മാറിയൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ ഈ 2021 മുതലൊക്കെ അല്ലേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ മാറിയത്. അപ്പോൾ അത് മുതലുള്ള ചോദ്യങ്ങളാണ് 2021 or 2022 മുതലുള്ള ഏറ്റവും പുതിയ 500 ചോദ്യങ്ങളൊക്കെ 2024 ചോദിച്ചിട്ടുള്ളത് വരെയുള്ള 500 ചോദ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്തത് വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, പിന്നീട് എന്താണ്, ഏറ്റവും പുതിയ മലയാളം ചോദ്യങ്ങൾ. ഇതും 2024-ലെയാണ്. 2024-ലെയാണ് ഏറ്റവും പുതിയ മലയാളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 41ഓളം വീഡിയോസാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. ഓക്കെ, 41ഓളം വീഡിയോസാണ് ഇപ്പോൾ ഇതിലുള്ളത്. ആവശ്യമുള്ളവരും ജസ്റ്റ് പ്ലേലിസ്റ്റിൽ കയറുക, അവിടെ ഉണ്ടാവും മുഴുവൻ വീഡിയോസും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തിരയണം എന്നുള്ള തിരഞ്ഞ് കണ്ടുപിടിക്കണം. കാരണം ഞാൻ 2 വീഡിയോസായിട്ട് ചെയ്യുന്ന ആളാണ്. എന്താണ്, സ്റ്റഡി വ്ലോഗും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെയ്യുന്ന ആ ഒരു പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എപ്പോഴും തിരഞ്ഞ് കാണേണ്ട ഒരു ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം നോക്കുക. 41ഓളം ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 41ഓളം ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ. അതൊരിക്കലും ഒരുപാട് മുൻപത്തെ ഒന്നും അല്ല, 2024 വരെ ചോദിച്ച എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് കാണാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പറയാനുള്ളത്, ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു PSC സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. PSC സ്റ്റഡി വ്ലോഗാണ് ഇതിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, എൻ്റെ പഠന രീതി എങ്ങനെയാണെന്നൊക്കെ കാണണമെന്നുള്ളവർക്ക് ഇതിൽ നോക്കിയിട്ട് കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പഠന രീതി എങ്ങനെയാണെന്നുള്ളതും ഞാൻ എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സ്റ്റഡി വ്ലോഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ സ്റ്റഡി വ്ലോഗ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വേറെ ഒരു ടൈപ്പ് വീഡിയോസും ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ സ്റ്റഡി വ്ലോഗും മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ 2 പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് കറക്റ്റായിട്ടുള്ളത് കാണുക കേട്ടോ. ഇത് 2 എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ 2024 വരെ ചോദിച്ചിട്ടുള്ള അടുത്തതാണ് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചെയ്ത് കഴിയാറാവുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കേരളം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കൂടിയിട്ട് കേരളം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് വരുന്നത് പൊതുവിജ്ഞാനത്തിൽ വരുന്നതാണ്. ഈ കേരളം, യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള അതുപോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ വരുന്നതാണ് ജില്ലാ സവിശേഷത, നദി, വന്യജീവി, കൃഷി, വ്യവസായം, വ്യോമം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ മുന്നേ കാണിച്ചിട്ടുള്ളത് പോലെ അല്ല, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ അങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു പഠിച്ചത് കൊണ്ടും ഒന്നും ഇത് തീരില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് പഠിക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലൊരു എനിക്ക് തോന്നുന്നു ഒരു 1000-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് നിറയെ ഉണ്ട്, ഞാൻ എത്ര എഡിറ്റ് ചെയ്തിട്ട് അത് കഴിയുന്നില്ല. അപ്പോൾ ഇഷ്ടം പോലെ 2024 വരെയുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് മറക്കാതെ കാണാം. ഓക്കെ, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോങ് ആണെന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കരുത്. ഡെയിലി ഒരു ½ ആൻ അവറോ അല്ലെങ്കിൽ ഒരു 1 അവറോ വെച്ചിട്ട് ഇത് കാണുക, പഠിക്കുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് എന്താണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പിന്നീട് പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്കതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതും തന്നെ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ, അതായത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 10 മാർക്കിൻ്റെ ഉണ്ടല്ലോ, 10 മാർക്കിൻ്റെ അതിൽ ലോകം അതും ചെയ്യാം. അപ്പോൾ അത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 10 മാർക്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തിരഞ്ഞു നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാണുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ കാണുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേറെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയിക്കാം അടുത്ത വീഡിയോ ഏതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുവരെയും എല്ലാവരും കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.